മനുഷ്യന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് 40 വയസ്സ് എന്നുള്ള പ്രായം. 40 വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടി ഒരാൾ അവന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ആലോചിച്ചു നോക്കൂ, ഞാൻ ഉൾപ്പെടെ എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അധികവും 40ന്റെ നിറവ് കഴിഞ്ഞവരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കുമുള്ളതാണ് ഈ പ്രഭാഷണം. അള്ളാഹുവിന്റെ ദൂതരും പരിശുദ്ധ ഖുർആനും പറയുന്നത് വളരെ സാഗൂതം ശ്രവിക്കേണ്ടവരാണ് ഞാൻ നിങ്ങളും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും നമ്മുടെ അസ്തമിച്ചു കഴിഞ്ഞു, നമ്മുടെ തീർന്നു കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 ഔ 70. എന്റെ ഉമ്മത്തിന്റെ ഏകദേശമുള്ള ജീവിതം എന്ന് പറയുന്നത്, അവരുടെ ജീവിതത്തിന്റെ സാധാരണ നിലയിൽ എൻ്റെ ഉമ്മത്തിന്റെ ആയുസ്, ശരാശരി ആയുസ് അത് 60-70 വയസ്സിനിടയിലാണ്. 60-70 വയസ്സിനിടയിലാണ് എൻ്റെ സമുദായത്തിന്റെ അധികം ആളുകളും ജീവിച്ചിരിക്കുക. അവരുടെ ആയുസിന്റെ ശരാശരി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഈ ഒരു ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പരിചിന്തനം നടത്തിയാൽ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ 40 വയസ്സ് തികയുന്ന ഒരാളുടെ ശരാശരി ആയുസിന്റെ 2/3 ഭാഗവും കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ 2/3 ഭാഗവും കഴിഞ്ഞിരിക്കുകയാണ്. അതായത് അവൻ തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെ 1/3 ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നർത്ഥം. 40 വയസ്സായി കഴിഞ്ഞാൽ ഏതാണ്ട് ആയുസ് പൂർത്തിയായതുപോലെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതിലേക്ക് ചില സൂചനകൾ നൽകിയിട്ടുള്ളത്. ഖുർആൻ പറയുന്നത് നോക്കൂ, വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അല്ലാഹു അറിയിക്കുകയാണ്, വഹും യസ്തരിഖൂന ഫീഹാ, നരകത്തിൽ കിടന്ന് നരകവാസികൾ അലമുറയിട്ട് കരയും. വെലിവായിൽ കിടന്നവർ കരയും, ഒച്ച വെച്ച് മുറവിളി കൂട്ടും. എന്നിട്ട് അവർ പറയും, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. പടച്ചവനെ, ഞങ്ങൾക്ക് ഒരു ജീവിതവും കൂടി തരുമോ? ഞങ്ങൾക്ക് ഒരു ജീവിതവും കൂടി നീ തന്നാൽ ഞങ്ങൾ ഇതുവരെ ചെയ്ത അക്രമങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല. ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങി വെക്കാം. നിനക്ക് പൊരുത്തമുള്ള ജീവിതത്തിലൂടെ ഞങ്ങൾ നടന്നു പോവാം. ഒരു ജീവിതവും കൂടി ഞങ്ങൾക്ക് നീ നൽകുമോ? ഈ നരകത്തിൽ നിന്നും ഞങ്ങളെ ഒന്ന് പുറത്താക്കുമോ എന്ന് അലറി വിളിച്ചുകൊണ്ട് മുറവിളി കൂട്ടിക്കൊണ്ട് നരകവാസികൾ കേണപേക്ഷിക്കും അല്ലാഹുവിന്റെ മുമ്പിൽ. അപ്പോൾ അല്ലാഹു നരകക്കാരോട് പറയുന്ന ഒരു വർത്തമാനം, അല്ലാഹു പറയുന്ന, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കാനും ആലോചിക്കാനും ഒരു വീണ്ടു വിചാരത്തിനും ഒക്കെയുള്ള സമയം നിന്റെ ജീവിതത്തിൽ കടന്നുപോയില്ലായിരുന്നോ? 40 കൊല്ലം നീ ജീവിച്ചില്ലേ? യൗവനത്തിന്റെ പ്രസരിപ്പിൽ എന്തും വെട്ടിപ്പിടിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു. 2 റക്അത്ത് നമസ്കരിക്കുന്ന സ്ഥാനത്ത് 4ഉം 8ഉം 10ഉം നിസ്കരിക്കാനുള്ള ആരോഗ്യം നിനക്കുണ്ടായിരുന്നു. നിനക്ക് ചിന്തിക്കാനും ജീവിതം തിരുത്താനും ഒക്കെയുള്ള ആയുസ്സും സമയവും നിന്റെ ജീവിതത്തിൽ ഞാൻ നൽകിയില്ലായിരുന്നോ എന്ന് അല്ലാഹു തആല ചോദിക്കും. വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പുകാർ നിന്റെ അടുക്കൽ വന്നില്ലായിരുന്നോ? ചിന്തിക്കാൻ ആലോചിക്കാൻ പ്രഭാഷകർ, പുസ്തകങ്ങൾ, പ്രവാചകന്മാർ, അവരുടെ ഹദീസുകൾ, പരിശുദ്ധ ഖുർആൻ, അതിന്റെ ആയത്തുകൾ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, പ്രവാചകന്മാരെ ധിക്കരിച്ച് നൽകിയ ധിക്കാരികളുടെ ചരിത്രങ്ങളൊക്കെ കോർത്തിണക്കിയ ഖുർആന്റെ വചനങ്ങൾ വായിക്കാനും ചിന്തിക്കാനും പഠിക്കാനും ഓർക്കാനും തിരുത്താനും നിനക്ക് സമയമില്ലായിരുന്നോ എന്ന് അല്ലാഹു ഗൗരവത്തോടെ ആ നരകക്കാരോട് ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഈ അഭ്യർത്ഥന മാനിക്കാൻ എന്നെ കൊണ്ടാവില്ല. വേദനയൂറുന്ന ശിക്ഷകൾ നിങ്ങൾക്ക് വേണ്ടി നാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. നന്നായി രുചിച്ചുകൊള്ളൂ. ഫമാലിൽ ളാലിമീന മിൻ നസീർ. ഇന്ന് അക്രമികളെ സഹായിക്കാൻ ഒരാളും എത്തുകയില്ല. നിങ്ങളെ സഹായിക്കാൻ പലരും ഉണ്ടാകുമെന്ന് നിങ്ങൾ ധരിച്ചിരുന്നു, പലരും ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നു. അവരൊന്നും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സഹായിക്കാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരില്ല. അക്രമികാരികളായും നിങ്ങളെ ആര് രക്ഷപ്പെടുത്താൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്. നാളെ ആഖിറത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുന്നവന് ആലോചിക്കാൻ പറ്റുന്ന ഒരു സമയം നിങ്ങൾക്ക് തന്നില്ലേ എന്നുള്ള ആ ഒരു വചനത്തിന്റെ വിശദീകരണത്തിൽ
ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത്, മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഉംറുല്ലദി അഅദറല്ലാഹു ഇല ഇബ്നി ആദം അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ എന്ന് പറഞ്ഞാൽ 40 സന, 40 വയസ്സാണ്. 40 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരാൾക്ക് ആയുസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് പിന്നെ പടച്ചവന്റെ മുമ്പിൽ ഒരു ഒഴിവ് കഴിവും പറയാൻ സാധ്യമല്ലെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. 40 കഴിഞ്ഞാൽ പിന്നെ ഒരു ഒഴികഴിവും പറയാൻ പറ്റില്ല. കാരണം ബുദ്ധിയും വിവേകവും ചിന്താശക്തിയും ഒക്കെ പൂർണ്ണമായ ഒരവസ്ഥയിൽ ജീവിക്കാനുള്ള ചാൻസും അവസരവും ആയുസ്സും പടച്ചവൻ കൊടുത്തു. അവന് തിരുത്താമായിരുന്നു, തൗബ ചെയ്യാമായിരുന്നു, പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാമായിരുന്നു. സർവ്വ ചാൻസുകളും ഉണ്ടായിട്ട് അതിനൊക്കെ അവമതിച്ചത് കൊണ്ട് പിന്നെ ഒരു ഒഴുകഴിവും പടച്ചവൻ 40 കഴിഞ്ഞാൽ സ്വീകരിക്കില്ല റബ്ബിന്റെ കോടതിയിൽ എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. 40 വയസ്സ് പൂർത്തിയായ മനുഷ്യൻ അറിയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത് നിങ്ങൾ നോക്കൂ. അല്ലാഹു പറയുകയാണ്, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. മനുഷ്യരോട് നാം വസിയ്യത്ത് ചെയ്യുകയാണ്, മനുഷ്യരെ ഉപദേശിക്കുകയാണ് അവർ അവരുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ. ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവദഅതുഹു കുർഹ. വളരെയേറെ വേദന സഹിച്ചാണ് അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നതും അവനെ പ്രസവിച്ചതും. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. അവന്റെ മുലകുടി പ്രായവും അവനെ ഗർഭം ചുമന്ന പ്രായവും ചേർത്ത് നോക്കിയാൽ അത് 30 മാസമാണ്. അത്രയും കാലം നിന്റെ ഉമ്മ നിന്നെ വളരെയേറെ പ്രയാസപ്പെട്ട് പോറ്റി വളർത്തി. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന. ഇവിടെ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നു, അങ്ങനെ മനുഷ്യൻ തന്റെ പൂർണ്ണ ശക്തി പ്രാപിക്കുകയും അഥവാ യൗവനത്തിലേക്ക് എത്തുകയും 40 സന 40 വയസ്സിലേക്ക് എത്തുകയും ചെയ്താൽ ഉണ്ടോ. ഖുർആൻ ഇവിടെ പ്രത്യേകം 40 വയസ്സിനെ എടുത്ത് പരാമർശിക്കുകയാണ്. നീ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നിന്നെ പോറ്റു വളർത്തിയ നിന്റെ ഉപ്പയും ഉമ്മയും, നിന്നെ നിനക്ക് വേണ്ടി ഒരുപാട് സങ്കടങ്ങൾ ഏറ്റുവാങ്ങിയ നിന്റെ മാതാപിതാക്കൾ അവിടെ നിന്ന് വളർന്നു വലുതായി നീ ഒരു യുവാവായി ചെറുപ്പക്കാരനായി 40 സന 40 വയസ്സായി നിനക്ക് ഖുർആൻ പറയുകയാണ്. ഈ സമയത്ത് നാം ചെയ്യേണ്ട ദുആ അത് ഖുർആൻ പറയുന്നു. ഖാല റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. 40 ചെയ്യേണ്ട പ്രാർത്ഥന അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. എന്താണ് അവൻ ചെയ്യേണ്ട ദുആ? റബ്ബി ഔസിഅനി, പടച്ചവനെ നീ എനിക്ക് പ്രചോദനമേകണേ, നീ എന്നെ സഹായിക്കണേ റബ്ബേ. അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ നീ എന്നെ സഹായിക്കണേ റബ്ബേ. വഅലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും, എൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ, മാതാപിതാക്കളെ സഹായിക്കാൻ, അവരോട് നന്ദിയോടുകൂടി പെരുമാറാൻ അതിന് നീ എനിക്ക് പ്രചോദനമേകണേ പടച്ചവനെ. വഅൻ അഅമല സ്വാലിഹൻ തർളാഹു, നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ, നിന്റെ പൊരുത്തത്തിനായി ജീവിക്കാൻ ഞാൻ 40ന്റെ നിറവിലെത്തി. ഇനി അങ്ങോട്ട് റബ്ബേ എൻ്റെ ഓരോ ചുവടുകളും ഖബറിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. എൻ്റെ ആയുസ്സിന്റെ മൂന്ന് ഘട്ടങ്ങളിൽ 3ാമത്തെ ഘട്ടത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് പൊരുത്തപ്പെട്ട ജീവിതം എനിക്ക് ജീവിക്കുവാനുള്ള അവസരം നൽകണേ റബ്ബേ. വഅസ്ലിഹ് ലി ഫീ ദുർരിയതി, അതോടൊപ്പം പടച്ചവനെ എൻ്റെ സന്താനങ്ങളിൽ നീ എനിക്ക് നന്മ ഉണ്ടാക്കി തരുകയും ചെയ്യണേ റബ്ബേ. ഇന്നി തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്. വഇന്നി മിനൽ മുസ്ലിമീൻ, തീർച്ചയായും ഞാൻ അനുസരണയുള്ളവനാണ്. ഞാനൊരു മുസ്ലിമായി, കറകളഞ്ഞ മുസ്ലിമായി ഞാൻ ജീവിച്ചു കൊള്ളാം. ഇത് 40 വയസ്സിന് ശേഷം ഓരോ മനുഷ്യനും ഈ ദുആകൾ കൂടുതൽ ഇതിൽ നിന്ന് പ്രചോദനം കൊണ്ട് ആവർത്തിക്കണമെന്നാണ് ഖുർആൻ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ പറയുന്നത്. ശരിയായ ചിന്താബോധവും തൻ്റെ ഇടവും പക്വതയും പാകതയും ഒക്കെ എത്തുന്ന ആ 40 ഒരു മനുഷ്യൻ എത്തിക്കഴിയുമ്പോൾ അവന്റെ മുന്നോട്ടും പിന്നോട്ടും അവൻ ചിന്തിക്കണം. മുകളിലേക്ക് നോക്കുമ്പോൾ, അവന്റെ പിറകിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വൃദ്ധരായ അവന്റെ മാതാപിതാക്കളെ കാണാം. അവനെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ. നമുക്കൊരു 40 വയസ്സെത്തുമ്പോൾ നമ്മുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ 60ഉം 70ഉം 75ഉം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അവർ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലായിരിക്കും. അതാണ് ഖുർആൻ ഇവിടെ 40 എടുത്തു പറഞ്ഞത്.
അവൻ മുകളിലേക്കും നോക്കണം, അവന്റെ താഴേക്കും നോക്കണം. മുകളിലേക്ക് നോക്കുമ്പോൾ, പിന്നിലേക്ക് നോക്കുമ്പോൾ അവനെ പോറ്റി വളർത്തിയ ഉപ്പ, അവന്റെ ഉമ്മ, അവർ വേദനയോടെ ജീവിക്കുന്നു, സങ്കടപ്പെട്ട് ജീവിക്കുന്നു. അവർക്ക് താങ്ങും തണലുമായി ജീവിക്കണമെന്നുള്ള ബോധമുണ്ടാവണം. താഴേക്ക് നോക്കുമ്പോൾ, മുന്നിലേക്ക് നോക്കുമ്പോൾ താൻ പോറ്റി വളർത്തിയ തന്റെ മക്കൾ 40 വയസ്സിന്റെ നിറവെന്ന് പറയുമ്പോൾ അവന്റെ മക്കൾക്ക് ഒരുപക്ഷെ 15, 13, 16 ഒക്കെ പ്രായമായിരിക്കും. അപ്പോൾ കൗമാരത്തിൽ സർവ്വ അനുസരണക്കേടുകൾക്കും സാധ്യതയുള്ള പ്രായത്തിൽ മുന്നിൽ നിൽക്കുന്ന തന്റെ മക്കൾ, പിന്നിൽ നിൽക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾ, അതിന്റെ നടുവിൽ 40ന്റെ നിറവിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ. അതുകൊണ്ടാണ് 40 പടച്ചവൻ ഇവിടെ എടുത്തു പറഞ്ഞത്, വെറുതെയല്ല. കാരണം 40 വയസ്സുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവനിങ്ങനെ പലതും അവന്റെ മനസ്സിലേക്ക് ചിന്ത വരും. എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു എന്നെ വളർത്തിയത്? ഞാൻ ആ സ്നേഹം എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ചാരുമൂട് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു അനുഭവ കുറിപ്പ് അധ്യാപകൻ പൊട്ടിച്ച് വായിച്ച്, നോട്ട്ബുക്കിൽ നിന്ന് വായിച്ച് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. 7 ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ മരിച്ചു പോയതാണ്. അതിനുശേഷം ഉപ്പ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. രണ്ടാനമ്മയും എൻ്റെ ഉപ്പയും കൂടി എന്നെ കഠിനമായി മർദ്ദിക്കുന്നു. എന്തിനാണ് ഉപ്പ എന്നെ ഇങ്ങനെ മർദ്ദിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് 3 പേജ് നിറയെ ചാരുമൂടുള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുകാരി എഴുതി വെച്ചത്. കണ്ണുനീരോട് കൂടിയല്ലാതെ അത് വായിച്ചു തീർക്കാനാവില്ല. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, 40ന്റെ നിറവിൽ 2 ഭാഗവും നമ്മൾ ശ്രദ്ധിക്കണം. വൃദ്ധരായ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം, വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. അവരെ കൃത്യമായ നിലയിൽ, ദീനിയായ നിലയിൽ ആവോളം കരുണ കൊടുത്ത്, സ്നേഹം കൊടുത്ത്, കരുതൽ കൊടുത്ത് അവരെ വളർത്തണം. അതൊരു ബാധ്യതയാണ്. അതുകൊണ്ടാണ് 40നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ എടുത്തു പറഞ്ഞത്. കൂട്ടത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനും, തൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനും, തനിക്ക് വേണ്ടി ദുആ ചെയ്യാനും ഈ ഹദീസിൽ, ഈ ഖുർആന്റെ ആയത്തിൽ അല്ലാഹു തആല 40കാരെ ഉപദേശിക്കുന്ന ഒരു വചനമാണ് നമ്മൾ കേട്ടത്. റബ്ബി ഔസിഇനി, പടച്ചവനെ എന്നെ നീ തോന്നിപ്പിക്കണേ എന്നാണ്. അൽഹിംനി, എന്നെ നീ തോന്നിപ്പിക്കണമേ, എനിക്ക് പ്രചോദനം നൽകണമേ. എന്നെ പോറ്റി വളർത്തിയ വാപ്പയ്ക്കും ഉമ്മയ്ക്കും, എൻ്റെ മുന്നിൽ ഞാൻ ജന്മം കൊടുത്ത എൻ്റെ മക്കളെയും അവരൊന്നും തളർന്നു പോവാതെ വളർത്താൻ, ഈ 40ന്റെ കരുത്ത് ഉപയോഗപ്പെടുത്താൻ നീ എനിക്ക് തൗഫീഖ് നൽകണമെന്ന് 40ന് ശേഷം ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്.